ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പപ്പ പ്ലാറ്റേഴ്സ്. ഹായ്, ദീപാവലി ഒക്കെ അല്ലേ? അപ്പോൾ നമുക്കിന്നൊരു സ്വീറ്റ് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സ്വീറ്റ് നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസും എല്ലാവർക്കും ഇഷ്ടമായ സ്വീറ്റാണ് കാജു കത്ലി. നമ്മളിവിടെ ഇപ്പോൾ കിട്ടി തുടങ്ങി തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. പക്ഷേ നമ്മൾ മേടിക്കാൻ ചെന്നാണ്ടല്ലോ, ഇതിന് ഭയങ്കര റേറ്റാണ്. എന്താണെന്നറിയോ, നമ്മളിത് ഉണ്ടാക്കുന്നത് ഫുൾ കാഷ്യൂനട്ട് വെച്ചാണ്, കശുവണ്ടി വെച്ച്. ഇതിൽ നമ്മൾ മൈദയോ ഗോതമ്പ് പൊടിയോ റവയോ ഒന്നും ഉപയോഗിക്കില്ല. ആകെ കാഷ്യൂനട്ട് വെച്ച് മാത്രമാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ ആകെ 3 ചേരുവകൾ വെച്ച് ഉണ്ടാക്കിയെടുക്കാം. നോക്കിയാലോ? അപ്പോൾ കാജു കത്ലി ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് കാഷ്യൂനട്ട്സിന് കശുവണ്ടി. നമ്മൾ ഏത് കപ്പിലാണോ ഈ കാഷ്യൂനട്ട്സ് അളന്നെടുത്ത് ആ കപ്പ് തന്നെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കാൻ ഉപയോഗിക്കണം കേട്ടോ. പിന്നെ ഈ കാഷ്യൂനട്ട്സിൻ്റെ മുകളിൽ അതിൻ്റെ സ്കിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കറുത്ത കുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കത്തി കൊണ്ട് ചിരണ്ടി മാറ്റി കളയണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ കാജു കത്ലി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കറുത്ത കുത്തുകൾ വരും. നിങ്ങളിപ്പോൾ സ്പെഷ്യലായിട്ട് കാജു കത്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാഷ്യൂനട്ട് വാങ്ങിക്കണമെങ്കിൽ ഇങ്ങനെ ബ്രോക്കൺ ആയിട്ട് ഈ പകുതി മുറിഞ്ഞ ഹാഫ് ആയിട്ടുള്ളത് കിട്ടും. അത് വാങ്ങിക്കാൻ നോക്കാം. എന്താ വെച്ചാൽ നമ്മളിതിന് എന്തായാലും പൗഡർ ആക്കാൻ പോകുന്നു. അപ്പോൾ പിന്നെ ഹാഫ് വാങ്ങിച്ചാൽ അതിന് റേറ്റ് കുറവാണ്. ഞാനിത് ഓൺലൈനാണ് വാങ്ങിച്ചത്. അപ്പോൾ ഫുള്ള് വാങ്ങിക്കുന്നേക്കാളും ബ്രോക്കൺ വാങ്ങിച്ചാൽ അതിന് റേറ്റ് കുറവിൽ നമുക്ക് കിട്ടും. പിന്നെ നമുക്കിതിൽ വേണ്ടത് 1 കപ്പ് പഞ്ചസാര. 2 കപ്പ് കാഷ്യൂനട്ടിന് 1 കപ്പ് പഞ്ചസാര വേണ്ടി വരും. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ നെയ്യ്. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് 1/4 കപ്പ് പാൽപ്പൊടി. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം, പഞ്ചസാര പാനി ഉണ്ടാക്കാൻ. ഇതെല്ലാ സാധനങ്ങളും ഞാൻ മെഷർ ചെയ്തിരിക്കുന്നത് ആ സെയിം കപ്പ് വെച്ചാണ് കേട്ടോ. നമ്മൾ ആ കാഷ്യൂനട്ട് എടുത്ത കപ്പ് വെച്ച് വേണം നമ്മളിതെല്ലാ ഇൻഗ്രീഡിയൻസും മെഷർ ചെയ്തെടുക്കാൻ. പിന്നെ ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ് ഈ സിൽവർ വറക്ക് എന്ന് പറയും, സിൽവർ ലീവ്സ് എന്നും പറയാം. ഇത് ഞാൻ ഓൺലൈനാണ് വാങ്ങിച്ചത്. ഇത് വെറുതെ നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ കാഷ്യൂനട്ട്സിനെ പൗഡറാക്കി എടുക്കണം. പക്ഷേ ഈ കാഷ്യൂനട്ട്സ് ഉണ്ടല്ലോ, ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. എന്താണെന്നറിയോ, നമ്മളിത് പൗഡറാക്കി എടുക്കുമ്പോൾ ഇത് വേഗം ചൂടാവുമ്പോൾ ഈ കാഷ്യൂനട്ടിൻ്റെ ഉള്ളിലുള്ള ഓയിൽ റിലീസാവും. അപ്പോൾ ഓയിൽ റിലീസായ ഇതൊരു പേസ്റ്റ് മാതിരിയാവും. അപ്പോൾ അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചത് നമ്മൾ പൗഡർ ചെയ്താൽ അത്ര വേഗം അതിൻ്റെ ഓയിൽ പുറത്തേക്ക് വരില്ല. ഇനി ഇതിനെ പൗഡറാക്കാൻ ഒറ്റയടിക്ക് കുറേ നേരം ഇട്ട് കറക്കിയെടുക്കരുത് കേട്ടോ. ഇതിനെ 2 സെക്കൻഡ് വിട്ടിട്ട് പൾസ് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 4-5 പ്രാവശ്യം ചെയ്താൽ ഇത് നല്ല പൗഡറായി കിട്ടും. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ അരിപ്പ വെച്ച് ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ അരിപ്പയിൽ ബാക്കി വരുന്ന പൊടികളുണ്ടല്ലോ, അത് ഒരു പ്രാവശ്യം നമുക്കൊന്ന് പൾസ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി എല്ലാ കാഷ്യൂനട്ടും പൗഡറൊക്കെ ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ നമുക്ക് കുറച്ച് പൊടി ബാക്കി വരും. അപ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല. നമുക്കത് ഇനി വല്ല കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഗ്രേവിക്ക് കട്ടി കൂട്ടാൻ വേണ്ടി നമുക്ക് ഈ കാഷ്യൂനട്ടിനെ പേസ്റ്റാക്കി അതിൽ ചേർക്കാം. ഇനി നമുക്ക് വേണ്ട ഒരു സാധനം എന്താണെന്നറിയോ? പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എന്നിട്ട് ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നെയ്യ് പരട്ടിയെടുക്കണം. ഇത് എന്തിനാണെന്നറിയോ? ഇത് നമ്മൾ കാജു കത്ലിനെ ഷേപ്പാക്കി എടുക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ പരത്തും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെയ്യ് പരട്ടുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതിന് ഷുഗർ സിറപ്പ്, പഞ്ചസാര പാനി. നമ്മളൊരു പെർഫെക്റ്റ് കാജു കത്ലിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു പെർഫെക്റ്റ് ഷുഗർ സിറപ്പാണ്. ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മളെ കാജു കത്ലി മൊത്തത്തിൽ അങ്ങോട്ട് ഫ്ലോപ്പായി പോകും. അപ്പോൾ നമുക്കൊരു പാനിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളം. പഞ്ചസാര ഫുള്ളായിട്ട് അലിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് സിമ്മിലിട്ട് കൊടുക്കാം കേട്ടോ, സ്ലോ ആക്കി വെക്കുക. എന്നിട്ട് ഇവിടെയാണ് നമുക്ക് കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഈ പഞ്ചസാര അലിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിനെ നമുക്ക് നമ്മളെ വിരലുകൊണ്ടൊന്ന് തൊട്ട് നോക്കിയിട്ട് നമ്മൾ 2 വിരലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ നടുക്ക് നോക്കി ഇങ്ങനെ ഒരു സ്ട്രിങ് ആയിട്ട് വരണം. കണ്ട, ഒരു സ്ട്രിങ് കൺസിസ്റ്റൻസി, ഇതിനെ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എന്നാണ് പറയാം. ഇതാണ് നമ്മുടെ ഷുഗർ സിറപ്പിൻ്റെ പെർഫെക്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി കൂടുതൽ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ തിളപ്പിച്ചാൽ അത് 2 സ്ട്രിങ് ആയിട്ട് വരും. പക്ഷേ 2 സ്ട്രിങ്ങിൻ്റെ നമുക്കിവിടെ ആവശ്യമില്ല. ഇതുപോലെ വേറെ രീതിക്കും ടെസ്റ്റ് ചെയ്തെടുക്കാം. ഒരു സ്പൂണിൽ നമുക്കിങ്ങനെ എടുത്ത് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഡ്രോപ്പ് നോക്കിയാൽ മതി. കണ്ടില്ലേ, ആ ലാസ്റ്റ് ഡ്രോപ്പ് 1 സ്ട്രിങ് ആയിട്ട് വീഴും. അതിൻ്റെ അർത്ഥം പെർഫെക്റ്റാണ്. ഇനി നമുക്ക് നമ്മളുടെ കാഷ്യൂനട്ട് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഷുഗർ സിറപ്പ് ഇങ്ങനെ ഒരു നൂല് പോലെ വന്നില്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ? നമ്മൾ ഈ കാഷ്യൂനട്ട് പൗഡറിൻ്റെയും ഈ ഷുഗർ സിറപ്പിൻ്റെയും ബൈൻഡിങ് ശരിയാവില്ല. ഇത് ലാസ്റ്റിൽ നമുക്കിത് പറത്തിയെടുക്കുമ്പോൾ ഭയങ്കര ഒട്ടലായിരിക്കും, അങ്ങോട്ട് ശരിയായിട്ട് കിട്ടില്ല, ഫ്ലോപ്പായി പോകും. അതുകൊണ്ടാണ് ഈ ഷുഗർ സിറപ്പിൻ്റെ ഒരു സ്ട്രിങ് കൺസിസ്റ്റൻസി പെർഫെക്റ്റ് ആക്കി എടുക്കണം എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാഷ്യൂനട്ട് പൗഡറും ഷുഗർ സിറപ്പൊക്കെ ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ 1/4 കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി പാൽപ്പൊടി ഇല്ലെങ്കിൽ എന്താ ചേർക്കണ്ടേന്ന് ചോദിക്കരുത് കേട്ടോ. പാൽപ്പൊടി എന്തായാലും ചേർക്കണം. എന്താ വെച്ചാൽ നമ്മളിത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാജു കത്ലി അല്ലേ,
അപ്പോൾ ഇത് ചേർത്തില്ലെങ്കിൽ അതിൻ്റെ ടെക്സ്ചറും ശരിയാവില്ല, അതിൻ്റെ ടേസ്റ്റും കിട്ടില്ല. അപ്പോൾ പാൽപ്പൊടി സ്കിപ്പ് ചെയ്യാണ്ട് എന്തായാലും ചേർത്തോളാം. പാൽപ്പൊടി ചേർക്കുമ്പോൾ ഇതിലിങ്ങനെ കുറച്ച് ലംപ്സ് ഒക്കെ ആയിട്ട് വരും, എന്താ പറയുക, കട്ട പിടിച്ചിട്ട് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. അതിന് കുറച്ച് നേരം എടുക്കും, ഒരു 5 മിനിറ്റെങ്കിലും എടുക്കും അതൊക്കെ ഒന്ന് ഉടച്ച് കറക്റ്റാക്കി എടുക്കാൻ. ഇപ്പോൾ ഒന്ന് നോക്കിയേ, കുറച്ച് കഴിയുമ്പോൾ ഈ പരുവത്തിലാവും. നമ്മളങ്ങനെ നിർത്താതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കി. ഇതിൽ നിങ്ങൾക്ക് കുറച്ച് കറുത്ത കുത്തുകൾ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഇത് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ, നമ്മുടെ കാഷ്യൂനട്ടിൻ്റെ മുകളിൽ എന്തെങ്കിലും കറുത്ത കുത്തുകളോ അല്ലെങ്കിൽ തൊലിയൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ചിരണ്ടി കളയണമെന്ന്. അതിന് ഈ പ്രശ്നം, അത് ഫുള്ളായിട്ട് പോയില്ലെങ്കിൽ ഇങ്ങനെ കറുത്ത കുത്തുകൾ വരും. പക്ഷേ അതുകൊണ്ട് ടേസ്റ്റിലൊന്നും വ്യത്യാസം വരില്ല കേട്ടോ. അത് ആ കാണേലൊരു ആ പ്ലെയിൻ കളറ് കിട്ടില്ല എന്നല്ലോ, ഇടയ്ക്ക് ഇങ്ങനെ കറുത്ത കുത്തുകൾ കാണും. പിന്നെ നമ്മൾ ഭംഗിക്ക് വേണ്ടി അതിൻ്റെ മുകളിൽ സിൽവർ വർക്കൊക്കെ ഒട്ടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ടെക്സ്ചർ കാണുന്നുണ്ടോ? നല്ല കട്ടിയായിട്ട് വന്നില്ലേ? ഇതിങ്ങനെ കുറച്ച് നേരം കൂടി ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഈ പാനിൽ നിന്ന് ഇത് വിട്ടുപോരും, അതുവരെ നമുക്കിത് ഇളക്കണം. നമ്മൾ പഞ്ചസാര പാനിയുടെ ടെക്സ്ചർ നോക്കിയ പോലെ ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെ നോക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു ഡ്രോപ്പ് നമുക്കൊരു പ്ലേറ്റിലെടുത്തിട്ട് നമ്മൾ വിരലും വെള്ളത്തിൽ മുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഒരു ബോൾ പരുവത്തിൽ ആക്കി കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം. നല്ല ചൂടായിരിക്കും കേട്ടോ, അതുകൊണ്ട് ഈ വെള്ളത്തിൽ വിരൽ മുക്കാൻ പറഞ്ഞേ. കണ്ട, ഇതിപ്പോൾ ബോളായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ല, ഇതിങ്ങനെ കയ്യിൽ ഒട്ടി പിടിക്കുന്നു. അപ്പോൾ ഇത് ടെക്സ്ചർ കറക്റ്റ് ആയിട്ടില്ല. ഇനിയും കുറച്ച് നേരം കൂടി നമുക്ക് ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഒരു പ്രാവശ്യം ഇതിനൊന്ന് ടെസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു പാത്രം എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഒരു ഡ്രോപ്പ് ഇതിൻ്റെ മിക്സ്ചർ ഒഴിക്കുക. എന്നിട്ട് വിരൽ വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്കിതിനൊന്ന് ഉരുട്ടിയെടുക്കാൻ നോക്കാം. കണ്ടില്ലേ, ഇത് നമുക്ക് ബോളായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഇനി ഇതിനേക്കാളും കൂടുതൽ നമ്മൾ വേവിച്ചെടുത്താൽ നമ്മളുടെ ഇത് മാവ് ഭയങ്കര കട്ടിയായി പോകും, എന്നിട്ട് നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇത് പെർഫെക്റ്റ് ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒന്നും കൂടി ആ പാനിൽ നിന്ന് നന്നായിട്ടൊന്ന് വിട്ടു പോരാൻ തുടങ്ങും. കണ്ടില്ലേ, ഇതുപോലെ. എന്നിട്ട് നമുക്കിതിനെ ചൂടാറാൻ വെക്കണം. ഒരു 5 മിനിറ്റ് മതിയാവും ഇതൊന്ന് ചൂടാറി കിട്ടാൻ. ചൂടാറുമ്പോൾ ഇതൊന്ന് കട്ടിയായി തുടങ്ങും. നിങ്ങൾക്ക് പെട്ടെന്ന് ചൂടാറണമെങ്കിൽ ഒരു പ്ലേറ്റിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ പാത്രം ഇറക്കി വയ്ക്കുക. അപ്പോൾ ഒന്ന് വേഗം ചൂടാറി കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുത്താലും മതി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേഗം എയർ കയറിയിട്ട് ഇത് ചൂടാറും. ഇപ്പോൾ ഇളക്കി ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു മാവ് പരുവത്തിലായില്ലേ, നല്ല കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ആ പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ, നമ്മൾ നെയ്യ് പറ്റി വെച്ച, അതിലേക്ക് ഈ മാവിനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് കുഴച്ചെടുക്കണം. കൈ കൊണ്ട് കുഴച്ചാൽ അത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ കൊണ്ട് തന്നെ 4 സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി അതിനൊന്ന് കുഴച്ചെടുക്കാം. കൂടുതൽ ഫോഴ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ലൈറ്റായിട്ട് അങ്ങോട്ട് നമുക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് നല്ല ടെക്സ്ചറായി കിട്ടും. പിന്നെ ഞാൻ ഉണ്ടല്ലോ ഒരു കത്തി എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ സ്ക്വയർ ഷേപ്പാക്കി കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ വെച്ച് അതിനെ ഒന്ന് ലൈറ്റായിട്ട് പരത്തിയെടുക്കാം. ഇവിടെ എനിക്കൊരു തെറ്റ് പറ്റി. എന്താണെന്നറിയോ, ഞാൻ ഈ ബട്ടർ പേപ്പറിൽ നെയ്യ് പരട്ടാൻ മറന്നുപോയി. നെയ്യ് പറ്റിയില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയോ, ഇത് ഒട്ടി പിടിക്കും. ഇതിപ്പോൾ കണ്ടോളൂ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, എന്ത് മണ്ടത്തര കാണിച്ചു കുട്ടിയെന്ന്. ആ നെയ്യ് പറ്റിയായിരുന്നെങ്കിൽ അത് സുഖമായിട്ട് പോകുന്നതന്നെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ആ ബട്ടർ പേപ്പർ അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചിട്ട് ഈ നമ്മളുടെ ഈ മാവിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് അങ്ങോട്ട് പരട്ടി. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് സുഖമായിട്ട് പരത്തിയെടുത്തു. ഇത് നമുക്ക് ഇഷ്ടമുള്ള കട്ടിക്ക് പരത്തിയെടുക്കാം കേട്ടോ. നമുക്ക് എത്ര കട്ടി വേണമെന്ന് വെച്ചാൽ ആ ഒരു ഇത് നോക്കിയിട്ട് വേണം പരത്തിയെടുക്കാൻ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മളെ സിൽവർ ലീവ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഇതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. കാജു കത്ലി ഇതില്ലെങ്കിലും നമുക്ക് കഴിക്കുന്നതിന് ഒരു ടേസ്റ്റ് വ്യത്യാസവും വരില്ല. ഇത് ഒട്ടിച്ചതിന് ശേഷം ഇതിനെ കൈ കൊണ്ടോ കത്തി കൊണ്ടോ ഒന്നും തൊടരുതിട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. തൊട്ടാണ്ടല്ലോ ഇത് നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഇത് കണ്ടില്ലേ, കത്തിമ ഒട്ടിപ്പിടിച്ചത് ഇതുപോലെ. ഇനി ബാക്കിയുള്ള സ്ഥലത്തും കൂടി ഈ സിൽവർ ലീവ്സ് ഒട്ടിച്ചിട്ട് നമുക്ക് ഇതിനെ ഒരു 2-3 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, ഇതിനെ പുറത്ത് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. സെറ്റായിട്ട് മാത്രമേ ഇതിന് ഫ്രിഡ്ജിൽ കയറ്റാൽ മതി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സെറ്റ് ആവാണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചാണ്ടല്ലോ ഇതിന് മുകളിൽ ഇങ്ങനെ വെള്ളപ്പറ്റ് വരും. അപ്പോൾ അത് ആവാണ്ടിരിക്കാൻ വേണ്ടി നമുക്കിതിനെ പുറത്ത് തന്നെ സെറ്റ് ചെയ്തെടുക്കാം. സെറ്റായതിന് ശേഷം നമുക്കിതിനെ പെർഫെക്റ്റായിട്ട് മുറിച്ചെടുക്കാം. ഈ കാജു കത്ലി ശരിക്കും കിട്ടുന്നത് ഡയമണ്ട് ഷേപ്പിലാണ്. അപ്പോൾ നമുക്കിതിനെ ഡയമണ്ട് ഷേപ്പിൽ തന്നെ മുറിച്ചെടുക്കാം. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും മുറിക്കാം കേട്ടോ, അങ്ങനെയൊന്നുമില്ല. പിന്നെ കാജു കത്ലിയൊക്കെ നമുക്ക് കടയിൽ കിട്ടുന്നത് ഡയമണ്ട് ഷേപ്പിലായതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ തന്നെ മുറിച്ചെടുക്കാൻ നോക്കാം. ഞാൻ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ പെർഫെക്റ്റായിട്ട് സെറ്റ് ആയിട്ടില്ല, എന്നാലും കണ്ടില്ലേ ഇതിൻ്റെ സൈഡൊക്കെ നല്ല ഭംഗിയില്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും കട്ടിയിൽ പരത്തിയെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇതിനേക്കാളും കനം കുറച്ചായാലും പരത്തിയെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ആ സിൽവറിൻ്റെ ഷൈനിങ് വരുമ്പോൾ കാജു കത്ലിക്ക് ഒരു ഭംഗി അല്ലേ. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് അല്ലേ.
ഇതൊന്ന് ഇനി സെറ്റ് ആവാൻ വേണ്ടി നമുക്ക് ഇനി വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ കാജു കത്ലി ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ദീപാവലിക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ദീപാവലിക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിനെങ്ങനെ അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയിൽ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയതെന്ന് ആരും പറയില്ല കേട്ടോ, അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടുക. നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ എല്ലാ ടിപ്സും ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കേട്ടോ. പിന്നെ ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് കാണാൻ വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എന്നെ എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.